ആത്മമിത്രം ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമൊന്ന് വായിക്കട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കണം. ആദി പാപത്താൽ അന്ന് മുതൽ ലോകത്തിൽ പാപത്തിൻ്റെ ബന്ധനങ്ങളും പാപത്താൽ ഉളവായ കഷ്ടതകളും മരണവും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ തൻ്റെ ജനത്തിന് കൊടുക്കുവാനായി, തന്നിൽ വിശ്വസിക്കുന്നവരെ ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ചെയ്ത അടയാളങ്ങളും അതുതന്നെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ 18 സംവത്സരമായി പിശാച് ബാധിച്ച് ബന്ധനത്തിലകപ്പെട്ട് കിടന്ന ഒരു സ്ത്രീയെ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് പറയുന്നത് അതുതന്നെയാണ്. പിശാചിൻ്റെ ബന്ധനത്തിലകപ്പെട്ടിരുന്ന 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ലൂക്കോസ് 13:16 പറയുന്നു. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളെ സ്വതന്ത്രമായി വിട്ടയക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അതോടൊപ്പം എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കർത്താവ് ഈ ലോകത്തിൽ താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, മാനവജാതിയുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറി ആ പാപത്തിന് കാൽവറി ക്രൂശിലൂടെ ശിക്ഷ വരുത്തിയത് നിമിത്തമായി അവർ സകല ജനത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം വന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും ആ മരിച്ച അവസ്ഥയിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടവരായിത്തീരുന്നു. അതാണ് ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു സത്യം. കർത്താവ് അതിൻ്റെ എഫേസ്യ ലേഖനം 2:7 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരും കർത്താവിനോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ള സത്യമാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. വീണ്ടും കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിൻ്റെ തൊട്ട് മുൻപിലത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. കർത്താവ് ചെയ്ത പ്രവൃത്തി, ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ഉയർത്തെഴുന്നേൽപ്പിൽ, ഈ ജീവനിലുള്ള പങ്കും ഓഹരിയും ദൈവം കൽപ്പിച്ചു കൊടുത്തു. നാം വിശ്വാസത്താൽ അത് അവകാശമാക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അത് നമ്മൾ അവകാശമാക്കി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ ഈ ബന്ധനത്തെ തകർത്തവരായിട്ട്, ജീവൻ പ്രാപിച്ചവരായി, ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്ന ജീവൻ, കർത്താവ് തന്ന സ്വാതന്ത്ര്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണെന്ന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെട്ടവരായി, ബന്ധനം തകർക്കപ്പെട്ടവരായി, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി, പുതുജീവൻ്റെ ഓഹരിക്കാരായി ഈ ലോകത്തിൽ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ്.